എന്താ പഠിക്കാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈപ്പ് ഡെഫ് എങ്ങനെയാണ് സ്ട്രക്ചർ ആയിട്ടുള്ളത് നമുക്ക് യൂസ് ചെയ്യാന്നുള്ളത്. ടൈപ്പ് ഡെഫ് എന്തിനാണ്? ടൈപ്പ് ഡെഫ് എന്ന് പറയുന്ന ഒരു ക്വാളിഫയർ ആണ്. ആ ക്വാളിഫയർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം ഡാറ്റ ടൈപ്പ് തന്നെ ആയിരിക്കും, പക്ഷെ ഡിഫറെന്റ് നെയിം നമ്മൾ അസൈൻ ചെയ്യാൻ പറ്റും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ ഇന്റിന് പകരം വേറൊരു ഡാറ്റ ടൈപ്പ് പേരും നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു പ്രോഗ്രാം എഴുതുകയാണ്. ഓക്കെ, സ്ട്രക്ചറിന്റെ നേരത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ പേഴ്സൺ കെ എന്നല്ല നമ്മൾ എഴുതിയുള്ളത്. ഈ പേഴ്സൺ കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടൈപ്പ് ഡെഫ് കൂടെ യൂസ് ചെയ്തിട്ട്, അതായത് ടൈപ്പ് ഡെഫ് യൂസ് ചെയ്യുകയാണെങ്കിൽ ടൈപ്പ് ഡെഫ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഇവിടെ പി എന്ന് മാത്രം എഴുതി വിചാരിക്കാം. അപ്പോൾ ഈ എൻറ്റയർ പി കെ എന്ന് എഴുതുന്നതിന് പകരം ഇപ്പൊ സ്ട്രക്ട് പേഴ്സൺ എഴുതുന്നതിന് പകരം എന്ന് പറഞ്ഞാൽ നമുക്ക് പി എന്നുള്ളത് മാത്രം കൊടുത്താൽ മതി. അപ്പൊ എന്താ ചെയ്യും, ആ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അസൈൻ ചെയ്യാൻ ഇവിടെ പി ടി ആർ ആണ്. ഇവിടെ പി ടി ആർ വരുന്നു. ഓക്കെ, സോറി, ഇവിടെ എന്താ അപ്പൊ എന്തായി ആ വേരിയബിൾ, അതായത് ഇത്രയും വലിയ ലോങ് നെയിം സ്ട്രക്ട് പേഴ്സൺ എന്നുള്ള എന്തായി മാറി, ഒറ്റയടിക്കുന്നുള്ളത് പി എന്നായി മാറി. അപ്പൊ ഇതാണ് നമുക്ക് ടൈപ്പ് ഡെഫ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഉപയോഗം. ഓക്കെ, ഇനി നമുക്ക് പോയിന്റർ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് പഠിക്കാം. പോയിന്റർ എങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് എന്താണ് നോർമൽ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റർ എന്ന് പറഞ്ഞാൽ ഒരു വേറൊരു വേരിയബിളിന്റെ അഡ്രസ്സിലേക്കാണ് പോയിന്റ് ചെയ്യുക അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞാൽ ആയിരിക്കും സ്ട്രക്ട് പോയിന്റർ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യാണ്. സ്ട്രക്ട് പോയിന്റ് ഡാറ്റ ടൈപ്പ് എന്താണ് പേഴ്സൺ സ്ട്രക്ട് പേഴ്സൺ ഡാറ്റ എന്നിട്ട് പി ടി ആർ എന്തിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്, പി കെ. ഓക്കെ, പി കെ എന്നിട്ടുള്ള ഡാറ്റ ടൈപ്പ്. അപ്പൊ പി കെയിലേക്ക് ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് ചെയ്തു. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ പി കെയിലുള്ള വാല്യൂസ് ഒക്കെ എങ്ങനെയാണ് ആക്സസ് ചെയ്യുക? വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മെത്തേഡിലാണ് നമുക്ക് ആക്സസ് ചെയ്യുക. ഒന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാർ തന്നെ യൂസ് ചെയ്തിട്ട്, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സ്റ്റാർ പി കെ, ആ വേരിയബിളിന്റെ അവിടെ സ്റ്റാർ പി കെ എന്ന് എഴുതാം. ഓക്കെ, അതായത് ഈ ബ്രാക്കറ്റ് നിർബന്ധമാണ്. ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വർക്ക് ആവില്ല. ഓക്കെ, അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർ സ്റ്റാർ പി കെ. ഓക്കെ, ഇങ്ങനെയാണ് ഇതെന്ന് പറഞ്ഞാൽ പോയിന്റർ. ഓക്കെ, പി കെ അല്ലല്ലോ, ഇവിടെ പി ടി ആർ അല്ലേ, അപ്പൊ നമ്മൾ പി ടി ആർ. ഓക്കെ, ഇത് പോയിന്റർ പി ടി ആർ. അപ്പൊ ഇങ്ങനെയാണ് ഇത് വാല്യൂസ് എന്ന് പറഞ്ഞാൽ ആക്സസ് ചെയ്യുന്നത്. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂസ് മാറ്റണമെങ്കിലാ സ്റ്റാർ പി ടി ആർ എന്താ ഡോട്ട് ഏജ് ഈക്വൽ ടു ഓക്കെ, ഏജ് ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 കൊടുത്തു, 10 അല്ല 1 കൊടുത്തു. ഓക്കെ, 1 കൊടുത്ത് എന്തുണ്ടാവുക, ആ 1 എന്നുള്ളതിൽ മാറി. ഓക്കെ, ഇനി വേറെ സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് സ്റ്റാർ എല്ലാം യൂസ് ചെയ്യുന്ന പകരം ഈ ബ്രാക്കറ്റ് എല്ലാം യൂസ് ചെയ്യുന്ന പകരം എയർ ഓപ്പറേറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യാം. എയർ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഡോട്ടിന് പകരം നമ്മൾ എന്ന് പറഞ്ഞാൽ എയറോ യൂസ് ചെയ്യാം. ഓക്കെ, എയറോ യൂസ് ചെയ്ത് എന്തായി, അപ്പോൾ എയറോ യൂസ് ചെയ്യാൻ പറ്റും. ഇനി എയറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എയറോ ഒന്ന് യൂസ് ചെയ്തിട്ട് നമുക്ക് വാല്യൂസും ചേഞ്ച് ചെയ്യാം. എങ്ങനെ വാല്യൂസ് ചെയ്യാം, പി ടി ആർ ഏജ് ഈക്വൽ ടു 11 കൊടുത്തു. ഓക്കെ, അപ്പൊ അതായി പ്രിന്റ്. ഇനി എങ്ങനെയാണ് ഫംഗ്ഷൻ കോൾ ചെയ്യുക എന്നുള്ളത് നോക്കാം. ഓക്കെ, നമുക്കിപ്പോ ഒരു ഫംഗ്ഷൻ ഞാൻ എഴുതാണ്. ഇതിന്റെ അടിയിൽ ഫംഗ്ഷൻ വോയിഡ് ഫംഗ്ഷൻ. അപ്പൊ എങ്ങനെയാണ് ഡാറ്റ ടൈപ്പ് ആണ് നമ്മൾ ഏത് സ്ട്രക്ചർ അല്ലേ, സ്ട്രക്ട് ഏതെന്താണ് ഡാറ്റ ടൈപ്പിന്റെ എന്ത് സ്ട്രക്ചർ ഡാറ്റ ടൈപ്പ് ആണ്, സ്ട്രക്ട് പേഴ്സൺ. ഞാൻ പറഞ്ഞ പി ടി ആർ എന്നുണ്ട്, പി ടി ആർ അല്ല ഒരു ഓക്കെ കെ എന്നുണ്ട് കൊടുത്തു. ഓക്കെ, അപ്പൊ കെ ഡോട്ട് ഏജ് ഈക്വൽ ടു 12 എന്നുണ്ട് കൊടുത്തു. കെ ഏരോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ്. ഓക്കെ, ഹൈറ്റ് ഈക്വൽ ടു 3 എന്നുണ്ട് കൊടുത്തു. ഓക്കെ, ഇനി എന്താണ് കെ ഇങ്ങനെ കെ എന്നുണ്ട്, പിന്നെന്താ ഓക്കെ strcpy. ഈ strcpy ആണ് നമ്മൾ എന്തിന് യൂസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ സ്ട്രിങ് ആണെങ്കിൽ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ സ്ട്രിങ് ആയതുകൊണ്ട് നമ്മൾ strcpy ഇനി എന്താണ് നെയിം എന്നിട്ട് എന്താണ് നമ്മൾ നെയിം കൊടുക്കുന്നത്, നെയിം എന്നിട്ട് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാം. ഓക്കെ, രാമു എന്നിട്ടുള്ള നെയിമും കൊടുത്തു. ഓക്കെ, ഈ സ്ട്രക്ചറിന്റെ ഓക്കെ. ഇനി നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പാസ് ചെയ്യണത് ഏതാണ്,
നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി കെ ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫംഗ്ഷൻ നമുക്ക് ഞാൻ പാസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഇത് കോൾ ബൈ റെഫറൻസ് ആണ്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആംബ്രസെന്റ് കൊടുത്തു, കാരണം ഇവിടെ സ്റ്റാർ ആണല്ലോ കൊടുത്തുള്ളത്. ഇനി എന്താണ് കൊടുക്കേണ്ടത്? പി കെ. ഓക്കെ, പി കെ. അപ്പൊ എന്തായി? പി കെ എന്നുള്ളതാണ് കൊടുത്തത്. അപ്പൊ പി കെ ഡോട്ട് നെയിം പി കെ ഡോട്ട് ഏജ് പി കെ ഡോട്ട് ഹൈറ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞാൽ ഇപ്പൊ പി കെ കോളിനേക്കാളും ഇപ്പൊ എന്താ രാമു. ഓക്കെ, ഇപ്പൊ ഈ ഫംഗ്ഷൻ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഫസ്റ്റ് ഇനീഷ്യലൈസ് ചെയ്ത വരിക എന്ത്? കുമാർ ഹൈറ്റ് ഒക്കെ. ഇപ്പൊ ഈ വാല്യൂ ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്താണ് നമ്മൾ ചേഞ്ച് ചെയ്തത്? നമ്മൾ പറഞ്ഞാൽ പാസ് ബൈ റെഫറൻസ് എന്നാക്കി. അപ്പൊ എന്തായി? ആ വാല്യൂസും ചേഞ്ച് ചെയ്തു. ഇങ്ങനെയാണ് ഫംഗ്ഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല എന്താണ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സെക്ഷനിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പോയിന്റർ ആയിട്ടുള്ള സ്ട്രക്ചർ എങ്ങനെ പാസ് ചെയ്യാൻ നോക്കാം. നെക്സ്റ്റഡ് സ്ട്രക്ചർ ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യാന്നുള്ളതും നോക്കാം.